15,000-ലധികം വോട്ടിന്റെ ഒരു മെജോറിറ്റി ചേലക്കരയിലുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഇടതു മുന്നണിക്ക് അവകാശപ്പെടാൻ പറ്റുന്ന വിജയങ്ങളിലേക്ക് പോകുന്നില്ല. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ ലീഡ് ചെയ്യുന്നു 652 വോട്ടുകൾക്ക്. ശക്തമായ ത്രികോണ മത്സരം നടന്ന വട്ടിയൂർക്കാവിൽ ഇരവിപുരവും ഒരു അട്ടിമറിയുടെ സൂചന തന്നെ പങ്കുവെക്കുന്നുണ്ട്. കാരണം UDF-ന് 2374 വോട്ട് ലീഡുണ്ട്. ഇരവിപുരം ഒരു അടിയുറച്ച CPM മണ്ഡലം എന്ന് കരുതിയതാണ്. ഒരുപക്ഷെ ഇപ്പൊ കൗണ്ട് ചെയ്യുന്നത് ഏത് റൗണ്ട് കൊല്ലം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. UDF-നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആ കോർപ്പറേഷൻ UDF-ന് ലഭിച്ചത്. അപ്പോൾ കൊല്ലത്ത് ഇത്തവണ എവിടെയും എന്ത് സംഭവിക്കാമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് എന്ന് തോന്നുന്നു. രമേശ് പിഷാരടി ഇപ്പോൾ 1463 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ അത് രമേശ് പിഷാരടി പാലക്കാട് വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഷിബു തെക്കുംപുറം ഇപ്പോൾ 3000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഒരുപക്ഷെ എറണാകുളം ജില്ലയിലെ മറ്റു കോട്ടകളിൽ ഒക്കെ എന്ത് സംഭവിച്ചാൽ പോലും കോതമംഗലം സേഫ് എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു. അവിടെയാണ് ഷിബു തെക്കുംപുറം 3000 വോട്ടിന് മുന്നിൽ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അവിടെ പ്രവർത്തകരുമായി ആഹ്ലാദം പങ്കിടുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. ഇന്ദിരാഭവനിൽ പ്രവർത്തകർ വന്ന് നിറയുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തായാലും ആ സീറ്റിൽ നിന്ന് എണീറ്റ് വിജയമാണ്. അതായത് 90 സീറ്റുകൾക്ക് അല്ലെങ്കിൽ ഒരു 75 സീറ്റുകൾക്ക് അപ്പുറമെങ്കിൽ അത് BDയുടെ വിജയം തന്നെയാണ്. അത് എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷ നേതാവിന്റെയാണ്. മുഖ്യമന്ത്രി ക്ലെയിമിലും സതീശനെ വരാൻ തൽക്കാലം മറ്റൊരു വോയിസ് ഇല്ല. ഒരുപക്ഷെ 80ക്ക് താഴെയോ അല്ലെങ്കിൽ ഒരു നാരോ എഡ്ജിലുള്ള മാർജിനോ ഒക്കെ ആയിരുന്നു. അവിടെ രഞ്ജിത്ത് പറഞ്ഞ കോൺഗ്രസിന്റെ കണക്കുണ്ടല്ലോ 61 സീറ്റ് എഴുതുന്നത്. അത് നിസ്സാരമല്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമെന്നതാണ് ആ വിജയത്തെ ആധികാരികമാക്കുന്നത്. തമിഴ്നാട്ടിൽ TVK 100 കടക്കുന്നു. 100 സീറ്റിൽ TVK. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയം UDF-ന് അനുകൂലമാണ്. UDF-ന്റെ വമ്പൻ തിരിച്ചുവരവാണ് സംഭവിക്കുന്നത്. 10 വർഷത്തിന് ശേഷം വമ്പൻ മെജോറിറ്റിയുമായി UDF-ന്റെ മന്ത്രിസഭ അധികാരത്തിലേറുന്നു എന്നതാണ് തരംഗമാണ് സംഭവിച്ചത്. എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു തരംഗം. 94 എന്നാണ് ചിത്രം. ഒരുപക്ഷെ മാറ്റങ്ങൾ 2021 ഇടതുമുന്നണിയുടെ പ്രകടനം എപ്രകാരമായിരുന്നു അതിന്റെ തനിയാവർത്തനമായി ഈ UDF ഇത്തവണ മാറ്റുന്നു എന്നതാണ്. ഇപ്പോൾ ഇതാ 90 സീറ്റുകൾക്ക് മുകളിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷേ പല മണ്ഡലങ്ങളിലും UDF 94 എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ 100-ന് അടുത്തെത്തിയേക്കാം. ചിലപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പോയേക്കാം. പക്ഷേ അപ്പോഴും ഭരണം എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ 94 അതേ നമ്പറിലുള്ള രണ്ടുപേരും കൂടി, അതായത് അമ്പലപ്പുഴ അല്ലെ, അമ്പലപ്പുഴയിലെ സുധാകരൻ ഉൾപ്പെടെ വരുമ്പോൾ ഏതാണ്ട് 96 നമുക്ക് ആ ഡേറ്റ വായിക്കാൻ പറ്റും. ദൃശ്യമാണ്. നോക്കൂ എന്തൊരു വമ്പൻ ആഘോഷമാണെന്ന്. നോക്കൂ പ്രവർത്തകരെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് ഇത് തിരിച്ചുവരവിന്റെ നിമിഷമാണ്. അവർക്ക് 10 വർഷത്തിന് ശേഷം വമ്പൻ തിരിച്ചുവരവാണ്. എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക്, പ്രവർത്തകർക്ക് കരുത്തേകി ചടുലമായ നീക്കങ്ങളിലൂടെ തിരിച്ചുവരവിന് കളമൊരുക്കിയ നേതാക്കൾക്ക് നന്ദി പറയുന്നു പ്രവർത്തകർ. ഇതാ ഇപ്പോൾ നേതാക്കൾ കൂടുതലായി എത്തുന്നു. VD സതീശൻ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നു VD സതീശൻ. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ ആവേശം പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം. വമ്പൻ വിജയത്തിന് കളമൊരുക്കിയ നേതൃത്വം വഹിച്ച പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിലേക്ക് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്. എന്താണ് VD സതീശന്റെ ആദ്യ പ്രതികരണം? എന്തായാലും സജിത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മാധ്യമപ്രവർത്തകർ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നു. അപ്പോഴൊന്നും VD സതീശൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ വമ്പൻ വിജയത്തിലേക്ക് പോകുമ്പോഴും ഒരുപക്ഷെ പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമുള്ള ഒരു പ്രതികരണത്തിലാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് കേരളം കണ്ടതിൽ വെച്ച് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന തരത്തിലേക്ക് സതീശൻ മാറുന്നു എന്ന സാഹചര്യമാണ്. കാരണം കൈ ഉയർത്തി അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. തങ്ങൾ വിജയിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ അണികൾക്ക്, പ്രവർത്തകർക്ക്
ആവേശം പകരുന്നുണ്ട് വി.ഡി. സതീശന്റെ ആ സന്ദേശം. എന്താ എല്ലാ അർത്ഥത്തിലും നോക്കൂ, താൻ 100+ എന്ന നമ്പർ വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ സതീശൻ കാണിച്ച ചങ്കൂറ്റം, വനവാസം പോലെയുള്ള വലിയ പ്രസ്താവനകൾ നടത്താൻ കാട്ടിയ ചങ്കൂറ്റം, കഴിഞ്ഞകാല ബൈ ഇലക്ഷനുകളും ഒടുവിൽ പാർലമെന്റ് ഇലക്ഷനും ഒടുവിൽ ഇതാ നിയമസഭാ ഇലക്ഷനുമെല്ലാം സതീശൻ പ്രസ്താവന ഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൊണ്ടോ എല്ലാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.